നമ്മൾ ചൈനയിൽ വന്നിട്ട് നമ്മൾ മെട്രോ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളാദ്യം ഇവിടുന്ന് ടോക്കൺ എടുക്കണം. അതല്ല നമ്മളെ കയ്യിൽ ഇവിടുത്തെ അലിപേ അല്ലെങ്കിൽ വീചാറ്റ് പേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് നമ്മളെ എൻട്രിയിൽ നമുക്കത് സ്കാൻ ചെയ്തിട്ട് കയറാൻ പറ്റും. ഇനി അതൊന്നുമില്ല, നമ്മളെ കയ്യിൽ ക്യാഷ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് ഈ കൗണ്ടറിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം ടിക്കറ്റ് വാലിഡ് ഫോർ 270 മിനിറ്റ്സ് ഫ്രം ദ ടൈം ഓഫ് എൻട്രി. എന്നിട്ട് നമ്മൾ ഇതിൽ ഇവിടെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാറുണ്ട്, ഇംഗ്ലീഷിലോട്ട് മാറ്റുക. ഇംഗ്ലീഷിലോട്ട് മാറ്റിയിട്ട് ഈ മെട്രോൻ്റെ ഈ ഗ്വാൻസോ മെട്രോ പോകുന്നതിൻ്റെ മൊത്തം മാപ്പ് ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ലൈനിലാണ് പോകേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കിയിട്ട്, ഇപ്പോൾ എനിക്ക് പോകേണ്ടത് ഇപ്പോൾ ലൈൻ 5-ലാണ്, ഈ ലൈൻ 5-ൽ എനിക്ക് പോകേണ്ട സ്റ്റേഷൻ ഇതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഈ സ്റ്റേഷന് കൊടുക്കുക. അപ്പോൾ അതേമാതിരി നിങ്ങൾക്ക് പോകേണ്ടത് ഏത് സ്റ്റേഷനാണെന്നുള്ളത് ആദ്യം നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് കൊടുക്കണം. ചെറുതായ എനിക്ക് പോകേണ്ടത് കൊടുത്തു കഴിഞ്ഞപ്പം 3 RMB. ഇപ്പോൾ നമ്മൾ കോയിനാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ കോയിൻ ഇതിലൂടെ ഇടാം. അതല്ല നമ്മൾ നോട്ടാണെന്നുണ്ടെങ്കിൽ 10-ൻ്റെയും 5-ൻ്റെയും നോട്ട് മാത്രമേ ഇതിൽ ആക്സെപ്റ്റ് ആവുള്ളൂ. അപ്പം ഞാനിതിലൊരു 10-ൻ്റെ നോട്ട് ഇടാൻ പോകുന്നു. നോക്കാം എന്താ പറയണമെന്ന്. പോയിട്ടാ പോയ അതേപോലെ തന്നെ തിരിച്ചു വന്നു. എന്താ പറയണത്, ഈ നോട്ട് കള്ളനോട്ടാണോ? പോട്ടെ. പോയി. ഇതിലൂടെ ഇതാണ് നമ്മളാ ടോക്കന്. ബാക്കി ചില്ലറ പൈസ മൊത്തം ഇതിൽ വന്നിട്ടുണ്ട്. മൊത്തം ഇനി പെറുക്കിയെടുക്കണം. ഒന്ന് 2 3 4 5 6 7. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ എന്ത് പാസ്. ഇതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. രാത്രി ആയതുകൊണ്ട് എല്ലാവരും തിരക്കെല്ലാം കുറഞ്ഞിട്ടുണ്ട്. 6 മണിയാകുമ്പോൾ വരെ എല്ലാവരും ഡ്യൂട്ടി കഴിയുമല്ലോ. അത് കഴിഞ്ഞ് 6 മണിക്കൊരു ജഗപോക്കാണ്. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ എൻട്രി ഇതിലും എക്സിറ്റ് അതിലാണ്. ഇതിലൂടെ എൻട്രി ആയാൽ പിന്നെ നമ്മൾ എക്സിറ്റ് ആവേണ്ടത് അതിലൂടെയാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ ബാങ്കിൻ്റെ മറ്റേ ആപ്ലിക്കേഷനെല്ലാം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ സ്കാൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാനെടുത്തത് നമ്മളെ കോയിനാണല്ലോ. അപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇവിടെ ഒരു ചേച്ചി പോകും. അല്ല, ചേച്ചി കാർഡ് വെച്ചിട്ട് പോയി. നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ കോയിനാണ് നമ്മളടുത്തുള്ളത്. നമ്മളെ അടുത്തുള്ള കോയിൻ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തപ്പോൾ ഇത് ഓപ്പണായി. അപ്പോൾ ഞാൻ ഉള്ളിൽ കയറി. ഞാൻ കയറി സ്പോട്ടിൽ അത് അടഞ്ഞു. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഇതിലൂടെയാണ്. ഇനി ഇത് ഞാൻ എക്സിറ്റ് ആവുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം ഇനി എങ്ങനെ എക്സിറ്റ് ആകാൻ വേണ്ടി എന്നുള്ളത്. ഇവിടെ നമ്മളിങ്ങനെ ഓരോരോ സ്റ്റേഷനുകളുണ്ടാവും. അതായത് ഇവിടെ ഈ മങ്ങിയത് കണ്ടോ, മങ്ങിയതെന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞ് വന്നതാണ്. പിന്നെ നമ്മളെ സ്റ്റാർട്ടിങ് സ്റ്റേഷനാണ് ഈ ഷാംപൂ എന്ന് പറയുന്നത്. ഇവിടുന്ന് പിന്നെ എങ്ങനെ കൊണ്ട് ആക്റ്റീവ് ആവും. നമ്മുടെ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കമ്മിങ് സൂണാണ്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ നോക്കുമ്പോൾ അവിടെ 1 മിനിറ്റ് ഇനി, ഇപ്പോൾ അത് കമ്മിങ് സൂണായിട്ടുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ട്. വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ടിലാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ ഭാഗത്തും വന്നിട്ടുണ്ട്. സീറ്റ് ഉണ്ടാവുമായിരിക്കില്ല, നമുക്ക് ഇതിലൂടെ കയറാം.
ഇവിടെ ആൾ കുറവാണ്. ഇതിൽ കയറാം. വലിയ തിരക്കൊന്നും ഇല്ല, എന്നാലും സീറ്റില്ല. പടയും അപ്പോൾ നമ്മളിവിടെ എക്സിറ്റ് ആവാൻ പോവാണ്. അപ്പോൾ ഇതിലാണ് എക്സിറ്റ്. ഇവിടെ കണ്ടോ, അത് എൻട്രിയാണ്. അവിടുന്ന് ഇങ്ങോട്ട് വരുന്നവർ അതിലും ഇവിടുന്ന് പോകുന്നവർ ഇതിലാണ് പോകേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ അവിടെ ചെയ്തത് ഇതിവിടെ വെച്ച് കൊടുക്കില്ല ചെയ്തത്. വെച്ച് കൊടുത്താൽ ഇനി അത് ഓപ്പൺ ആവില്ല. പകരം നമ്മളിത് ഇതിൻ്റെ ഉള്ളിലിട്ടാൽ മാത്രമേ അത് ഓപ്പൺ ആവുള്ളൂ. ഓപ്പണായി. പിന്നെ അതേപോലെ എല്ലാ സ്റ്റേഷനിലും ഇങ്ങനൊരു സാധനം ഉണ്ടാവും. ഇതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ആരെങ്കിലും ബോംബോ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ച് അടച്ച് കഴിഞ്ഞിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിർവീര്യമാവും. അതിനുള്ളൊരു മെഷീനാണത്. ഫുള്ള് സ്കാനിങ് കാര്യങ്ങൾ.